all, welcome to Competitive Cracker. ഞാൻ ധന്യ. ഞാൻ മനു. സോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ HSST മാത്സിന്റെ എക്സാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാറായി അല്ലേ. സോ അതിനെക്കുറിച്ച് സംസാരിക്കാനും അതുപോലെ നമ്മുടെ HSST സിലബസിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസും ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പല സ്റ്റുഡൻസും ഇപ്പൊ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോഴും പഠിച്ച് തുടങ്ങാത്തവരാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഡിസംബറിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ HSI പോലെ തന്നെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും എക്സാം ഒരു ഒക്ടോബറോടുകൂടെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു 3 മാസത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ HSI അതുപോലെ തന്നെയായിരുന്നു. അതുപോലെ അതെ, ഒരു എനിക്ക് തോന്നുന്നു അവിടെ ഒരു 8 മാസമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു 8 മാസം നോക്കണ്ട. ഇത്രയും വലിയ സിലബസ് 8-10 മാസം കൊണ്ട് പഠിച്ചു തീർക്കാന്ന് പറയുമ്പോ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാകും. അതെ, അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ എന്തായാലും ഇപ്പൊ തന്നെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. സോ പഠിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് അതിന്റെ സിലബസ് എന്ന് പറയുന്നത്. അതായത് എവിടെയാണ് നമ്മൾ വെയിറ്റേജ് കൂടുതൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, നമ്മൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് എവിടെയാണ് കൂടുതൽ കൊടുക്കേണ്ടത്. അങ്ങനെ പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ഈ ഒരു സിലബസിന്റെ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അത് കഴിഞ്ഞ് പഠിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം എക്സാമിന് ഒരു 3 മാസം മുമ്പ് അല്ലെങ്കിൽ 4 മാസം മുമ്പ് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ഇതൊന്നും നോക്കില്ല, ചുമ്മാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി എന്തെങ്കിലും ചെയ്ത് എക്സാം എഴുതാന്നുള്ള ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഇപ്പൊ പഠിച്ചു തുടങ്ങുന്നവർക്ക് കറക്റ്റ് ആയിട്ട് സിലബസ് മനസ്സിലാക്കി ബേസിൽ നിന്ന് തുടങ്ങി പഠിക്കാനുള്ള ഒരു സമയം നമുക്കിപ്പോൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ നമുക്ക് ആകെ മൊത്തം 10 മൊഡ്യൂളുണ്ട്. ഈ 10 മൊഡ്യൂൾ ഓരോ മൊഡ്യൂളിൽ 7 മാർക്ക് ചോദ്യം ഉണ്ടാവും. മൊത്തം 70 മാർക്ക് മാക്സും, ബാക്കി 30 മാർക്ക് ജനറൽ പേപ്പറുമാണ്. അപ്പൊ ജനറൽ പേപ്പർ വേണ്ടി പറയാം, അത് പയ്യെ പറയാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് മാത്സ് ഫുള്ളും നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് എന്താണ്? ലീനിയർ ഓൾജിബ്രയാണ്. ലീനിയർ ഓൾജിബ്രയിൽ മെയിനായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ മെട്രിക്സ് തിയറി, പിന്നെ കുറച്ച് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, അതിന്റെ ഭാഗമായിട്ടുള്ള കുറെ തിയറീസ് ആണ് വരുന്നത്. ഇപ്പൊ ലീനിയർ ഓൾജിബ്ര നമുക്കറിയാം HSI എന്നാലും മെട്രിക്സ് തിയറി എന്ന ടോപ്പിക് ഉണ്ടായിരുന്നു. സെക്കൻഡ് മൊഡ്യൂളിലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ മൊഡ്യൂളിലെ ടോപ്പിക്സ് കുറച്ച് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള ലീനിയർ ഓൾജിബ്ര ടോപ്പിക്സ് ആണ്. ഇപ്പൊ എന്തായാലും എന്താണ് ബേസിസ് ആയാലും, ഒപ്പം തന്നെ കാനോണിക്കൽ ഫോംസ് ആയാലും, ഡയഗണൽ ഫോംസ് ആയാലും എല്ലാം കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ വരുന്നത്? നമ്മുടെ ഈ ഇതിൽ വരുന്നത്. ഒപ്പം തന്നെ എന്താണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന ടോപ്പിക്സ് വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പക്കയായിട്ട് പഠിച്ചു തീർക്കണം. അതിന്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഡയമെൻഷൻ ആയാലും ഓൾജിബ്ര ആയാലും ഒക്കെ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ നല്ല ടൈം വേണം. കാരണം ഇതിൽ PG ലുള്ള ടോപ്പിക്സ് കയറി വരുന്നത്. ഇപ്പൊ ജോർഡൻ ഫോം ആയാലും ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആയാലും ഇവയൊക്കെ എന്താണ് PG ലുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ ആ ടോപ്പിക്സ് ഒക്കെ പക്കയായിട്ട് പഠിച്ച് തീർക്കണം നമുക്ക്. ഇപ്പൊ സെറ്റ് പഠിച്ചവർക്കായാലും ഒട്ടുമിക്ക ടോപ്പിക്സ് അവിടെ കവറായി പോകുന്നുണ്ടെങ്കിലും നമുക്ക് സെറ്റിൽ വരാത്ത ഓരോ ടോപ്പിക്സ് വരുന്നുണ്ട്. ഇപ്പൊ ജോർഡൻ ഫോംസ് ഞാൻ പറഞ്ഞു, അതൊക്കെ എന്താണ് സെറ്റിൽ അങ്ങനെ മെൻഷൻ ചെയ്യാത്ത ടോപ്പിക്കാണ്. അവയൊക്കെ ഇവിടെ കയറി വരുന്ന സ്ഥിതിക്ക് നമുക്ക് എന്താണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ എന്താവുള്ളൂ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 7 മാർക്കാണ് ഇവിടെ വരുന്നത്. എന്താണ് ലീനിയർ ഓൾജിബ്ര എന്ന ടോപ്പിക്ക് വരുന്നത് ഒന്നാമത്തെ മൊഡ്യൂൾ. ഇപ്പൊ രണ്ടാമത്തെ മൊഡ്യൂള് നമുക്ക് റിയൽ അനാലിസിസ് ആണ് വരുന്നത്. അതിപ്പോ HSI പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മലയാളം ടേംസ് ഒക്കെ പഠിച്ച് കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ആ HSI സിലബസിൽ 4ാമത്തെ മൊഡ്യൂളില് കുറച്ച് പാർട്ടാണ് റിയൽ അനാലിസിസ് വരുന്നത്, ബാക്കി പാർട്ട് കോംപ്ലക്സ് അനാലിസിസ് ആയിരുന്നു. പക്ഷെ നമ്മുടെ HSST എടുക്കുന്ന സമയത്ത് അത് 2 സെപ്പറേറ്റ് മൊഡ്യൂൾസ് ആയിട്ടാണ്, 3 മൊഡ്യൂളാണ്. കാരണം റിയൽ അനാലിസിസ് തന്നെ മൊഡ്യൂൾ 2 ഉണ്ട്, മൊഡ്യൂൾ 3 ഉണ്ട്. ദെൻ കോംപ്ലക്സ് അനാലിസിസ് വരുന്നത് മൊഡ്യൂൾ 7 ആണ്. അപ്പൊ അങ്ങനെ ആ ഒരു HSIക്ക് നമുക്ക് ഒരു ചെറിയൊരു മൊഡ്യൂൾ 4ാമത്തെ മൊഡ്യൂളിൽ പഠിച്ച കാര്യം ഇവിടെ 3 മൊഡ്യൂൾ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് HSSTക്ക് ഉള്ളത്. സോ റിയൽ അനാലിസിസിൽ നമ്മൾ അവിടെ ഡിഗ്രി പോർഷനിൽ വരുന്ന സീക്വൻസ് ആൻഡ് സീരീസ് ആയിക്കോട്ടെ, കൺവേർജൻസ്, ഡൈവേർജൻസ്, ലിമിറ്റ് ഒക്കെ നമ്മൾ അവിടെ മൊഡ്യൂൾ 3 പഠിച്ച കാര്യമാണ് അല്ലെ. അവിടെ മൊഡ്യൂൾ 3 നമ്മൾ ഈ ലിമിറ്റും അതുപോലെ ഇന്റഗ്രൽസും ഇന്റഗ്രൽസ് ഉണ്ട് കണ്ടോ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇന്റഗ്രൽസ്, അതൊക്കെ മീൻ വാല്യൂ തിയറം, അതൊക്കെ നമ്മൾ പഠിച്ചത് മൊഡ്യൂൾ 3 മൊഡ്യൂൾ 4 ഏതൊക്കെ പഠിച്ചത്? റീമാൻ സം, ഈ കോഷി റീമാൻ ഇക്വേഷൻ ഉണ്ട് അല്ലെ. കോഷി റീമാൻ എനിക്ക് തോന്നുന്നു കോംപ്ലക്സിലാണ്, കോഷി റീമാൻ കോംപ്ലക്സിലാണ് വരുന്നത്. പക്ഷെ അതെല്ലാം നമ്മൾ അവിടെ മൊഡ്യൂൾ 4 പഠിച്ചായിരുന്നു. ഇനി HSI നിങ്ങൾ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നിങ്ങൾ എല്ലാവരും സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ്. സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് മാത്രമാണ് നമ്മുടെ HSSTക്ക് വരുള്ളൂ.
അപ്പൊ അതുകൊണ്ട് തന്നെ സെറ്റ് ക്വാളിഫൈഡ് ആയവരായതുകൊണ്ട് തന്നെ ആ ഒരു നോളജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ആകെ ഒരു പ്രശ്നം വരുന്നത് ഗ്യാപ്പ് വന്നവർക്ക് മാത്രമാണ്. ഗ്യാപ്പ് വന്നവർക്ക് ചെറിയൊരു ഇതുണ്ടാവും, കാരണം അതൊന്ന് പൊടിതട്ടി എടുക്കാൻ. ഇപ്പൊ സെറ്റ് എക്സാമിന്റെ സെക്കൻഡ് യൂണിറ്റിൽ ടോപ്പിക്സ് ആണ് എന്ത്, റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ് ഒക്കെ. അപ്പൊ ആ ടോപ്പിക്സ് പക്കയായിട്ട് പഠിച്ചു തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും. ഒട്ടുമിക്ക ടോപ്പിക്സ് അതുപോലെ തന്നെ വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആകെ കാൽക്കുലസ്, റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം മാത്രമാണ് സെറ്റിൽ മെൻഷൻ ചെയ്യാത്ത ടോപ്പിക്സ്. റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം നമുക്ക് അവിടെ പഠിക്കാനില്ല, പക്ഷെ അതൊക്കെ അതറിയാത്ത ടോപ്പിക്സ് ആണല്ലോ, കാരണം പ്ലസ് ടു പഠിച്ച ടോപ്പിക്സ് ഒക്കെയാണ്. അതെ, പ്ലസ് ടു ലെവലാണ് HSC എഴുതിയിട്ടുള്ളവർക്ക് അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെ. ഒപ്പം തന്നെ ഇവിടെ മെയിൻ ആയിട്ട് വരുന്നവരുടെ തേർഡ് മോഡ്യൂൾ, സെക്കൻഡ് മോഡ്യൂളിന്റെ കണ്ടിന്യൂഷൻ ആണ്. റിയൽ അനാലിസിസിന്റെ കണ്ടിന്യൂഷൻ അവിടെ ഫുൾ PG ടോപ്പിക്സ് ആണ്. ഇപ്പൊ ലെബേഗ് മെഷർ ഒക്കെ ആയാലും ലെബേഗ് ഇന്റഗ്രൽ ആയാലും ഇവയൊക്കെ PG ടോപ്പിക്സ് ആണ്. ഒപ്പം തന്നെ കുറെ ഫംഗ്ഷൻസ് പഠിക്കാറുണ്ട്. എന്തൊക്കെയാണ്? ബീറ്റ ഫംഗ്ഷൻ, ഗാമ ഫംഗ്ഷൻ, ഫോറിയർ സീരീസ് അതൊക്കെ പഠിക്കാറുണ്ട് ഇവിടെ നമ്മുടെ തേർഡ് മോഡ്യൂൾ 3. അപ്പൊ ഒപ്പം തന്നെ എന്താണ് കുറച്ചതായിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് കയറി വരുന്നുണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഒക്കെ അത്ര ടഫായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ആ ചെറിയ ഇപ്പൊ ഇവിടെ സിലബസിൽ ആകെ 3 ലൈനേ ഉള്ളൂ കേട്ടോ. മൊഡ്യൂൾ 3 എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. അത് തന്നെ കുറച്ച് വാസ്റ്റ് ആണ്. പിന്നെ 7 മാർക്കാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇത്രയേ ഉള്ളൂ 7 മാർക്കിനെ എന്ന് വിചാരിക്കരുത്. അത് തന്നെ കുറച്ച് വാസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചെടുക്കാന്നുള്ളത് കുറച്ചൊരു പാട് തന്നെയാണ് പഠിച്ചെടുക്കാനായിട്ട്. പിന്നെ ഫോർത്ത് മോഡ്യൂൾ ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ് പോലത്തെ ടോപ്പിക്സ് ആണ് അബ്സ്ട്രാക്ട് വരുന്നത്. ഒപ്പം തന്നെ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഫിഫ്ത്ത് മോഡ്യൂൾ വരുന്നുണ്ട്. എന്താണ്? PG ലെവൽ കുറച്ച് ടോപ്പിക്സും റിംഗ്, ഫീൽഡ് പോലത്തെ ടോപ്പിക്സ് എവിടെയാണ് ഫിഫ്ത്ത് മോഡ്യൂളിലാണ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട സെറ്റ് എക്സാമിന് തേർഡ് യൂണിറ്റിൽ പഠിച്ച ടോപ്പിക്സ് ആണ്. തേർഡ് യൂണിറ്റിൽ തന്നെ എന്താണ് ഗ്രൂപ്പ്, പെർമ്യൂട്ടേഷൻ അങ്ങനത്തെ ഓരോ ടോപ്പിക്സ്, സൈലോ തിയറം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ. ഇപ്പൊ സൈലോ 7 ആയാലും സൈലോ 3 ആയാലും അങ്ങനെ പല ടൈപ്സ് തിയറംസ് പഠിക്കും. അതിനൊപ്പം തന്നെ എന്ത് വരുന്നുണ്ട്? ഹോമോമോർഫിസം ഒക്കെ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ഫോർത്ത് മോഡ്യൂളിൽ വരുന്നുണ്ട്. ഫിഫ്ത്ത് മോഡ്യൂളിലാകുമ്പോൾ എന്ത് വരുന്നത്? റിംഗ്, ഫീൽഡ്, മാക്സിമൽ, ഐഡിയൽ അങ്ങനത്തെ ടോപ്പിക്സ് അവിടെ വരുന്നത് ഫിഫ്ത്ത് മോഡ്യൂളിലാണ് വരുന്നത്. ഇതൊക്കെ എന്താണ്? ഒട്ടുമിക്കതും ഡിഗ്രി വരെ നമ്മൾ പഠിച്ച ടോപ്പിക്സ് തന്നെയാണ്. അലോങ് വിത്ത് ദാറ്റ് കുറച്ച് PG ടോപ്പിക്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താണ് എന്താ പറയാൻ പറ്റുക, ഈ ഗാലോയിസ് തിയറം ഒക്കെ നമുക്ക് എവിടെ പഠിക്കുന്നത്? കുറച്ചുകൂടി ഹയർ ലെവൽ സാധനങ്ങളാണ്. അത് നമുക്ക് സെറ്റിൽ മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ ഗാലോയിസ് തിയറി ഒക്കെ നമുക്ക് ഇവിടെ എക്സ്ട്രാ കയറി വരികയാണ്. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ സെപ്പറേറ്റ് പഠിച്ചെടുക്കേണ്ടി വരും. ഇപ്പൊ സെറ്റ് പഠിച്ച ആ ഒരു എക്സ്പീരിയൻസ് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു മിനിക്ക് എടുത്താൽ മതി. ഒരു റെനോവേറ്റ് ചെയ്തെടുത്താൽ നമ്മൾ പഠിച്ച ആ ഒരു ഭാഗത്തെ കുറച്ച് റെനോവേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് എന്താണ് HSC സിലബസ് കവർ ചെയ്യും. പക്ഷെ ഇത് HSC മാത്രം കഴിഞ്ഞ് സെറ്റ് ചെയ്യേണ്ട കുറെ ആയിട്ടുള്ളവർക്ക് എന്താണ് ഫ്രം ദ ബേസിക്സ്, ഫ്രം ദ സ്ക്രാച്ച് എന്ന് പറയുന്നത് ഇപ്പൊ പക്കയായിട്ട് പഠിച്ചു തുടങ്ങിയാൽ എന്താ ഉണ്ടാവുള്ളൂ, നമുക്കിത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത യൂണിറ്റ് നോക്കുമ്പോൾ എന്താണ്? ടോപ്പോളജിയാണ്. ടോപ്പോളജി നല്ല രസമുള്ള യൂണിറ്റ് ആണ്. എന്താണ്? ഇതിൽ മാത്സ് പ്രോബ്ലംസിനേക്കാൾ കൂടുതൽ തിയറിയാണ് ഉപയോഗിക്കാം. പക്കായിട്ട് തിയറി ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചോദിക്കുന്നത് എവിടുന്നാണ്? ടോപ്പോളജി ഇതാണ് കമ്പയർഡ് ടു അതർ യൂണിറ്റ്സ്. കാരണം മറ്റു മൊഡ്യൂൾസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒരു ലിമിറ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോബ്ലമാറ്റിക്കുള്ള കാര്യങ്ങളുണ്ടാവും. ചിലപ്പോ ഒരു ഗ്രൂപ്പിൽ നിന്നാണെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ എന്താണ്, അല്ലെങ്കിൽ ജനറേറ്റേഴ്സിന്റെ എണ്ണം എത്രയാണ്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഡയറക്റ്റ് ചോദിക്കും. പക്ഷേ ടോപ്പോളജി എന്ന ടോപ്പിക് എന്ന് ചോദിക്കുന്നത് മാക്സിമം എന്തായിരിക്കും? പക്കാ തിയറി ആയിരിക്കും. ഈ തിയറി ടോപ്പിക്സ് എടുത്ത് പഠിക്കേണ്ട ഒരു ആവശ്യം നമുക്കിവിടെ വരുന്നുണ്ട്. ഓരോ പ്രോപ്പർട്ടീസ് ആയാലും ഡെഫിനിഷൻ ആയാലും എന്തായാലും തിയറി ടോപ്പിക്സ് ഡെഫിനിഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ടോപ്പോളജി സെക്ഷനിൽ വരുന്നത്. ഇനി നമ്മൾ സെവൻത്ത് മോഡ്യൂളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കോംപ്ലക്സ് അനാലിസിസ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ HSCയിലെ 4ാമത്തെ മൊഡ്യൂൾ റിയൽ അനാലിസിസും കോംപ്ലക്സ് അനാലിസിസും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തന്നെ 3 മൊഡ്യൂളാക്കി എന്ന് പറഞ്ഞില്ല HSSTക്ക്. സോ അത് നമ്മുടെ ഇവിടെ വരുന്നത് 7ാമത്തെ മൊഡ്യൂളാണ്. 7ാമത്തെ മൊഡ്യൂളാണ് കോംപ്ലക്സ് അനാലിസിസ് ആയിട്ട് വരുന്നത്. സോ അവിടെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സ്, പോളാർ ഫോം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അനലിറ്റിക് ഫംഗ്ഷൻസ്, CR ഇക്വേഷൻസ്, അതായത് കോഷി റീമാൻ ഇക്വേഷൻസ് ഒക്കെ അവിടെ ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിനാണെങ്കിൽ ദീപു സാറ് വളരെ പക്കയായിട്ട് എടുത്തു കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ് കോഷി റീമാൻ ഇക്വേഷൻസും. അവിടെ മലയാളമായിരുന്നു നമ്മൾ പഠിച്ചത്. ഇവിടെ ആ ഒരു പ്രശ്നേ വരുന്നില്ല, നമുക്ക് ഇംഗ്ലീഷിൽ തന്നെയാണുള്ളത്. പിന്നെ അവിടെ ഈ പവർ സീരീസ് ഒക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന ടോപ്പിക്സ് ആണ് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആയാലും ഒപ്പം തന്നെ ഓപ്പൺ മാപ്പിംഗ് തിയറം ആയാലും ഒപ്പം തന്നെ ഈ ലോറൻസ് സീരീസ് ഒക്കെ പഠിക്കാണ്ടായിരുന്നു. പിന്നെ ഈ സിംഗുലാരിറ്റീസും പോൾസ്, റെസിഡ്യൂസ് അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ചെറുതായിട്ടൊന്ന് പോകുന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ ഇന്റഗ്രേഷൻ വരുമ്പോൾ കുറച്ചുകൂടി ആപ്ലിക്കേഷൻ വരും. റെസിഡ്യൂവിന്റെ ആയാലും സിംഗുലാരിറ്റിയുടെ ആയാലും പോൾസിന്റെ ആയാലും കുറച്ചുകൂടി ആപ്ലിക്കേഷൻ എവിടെ വരും? ഇവിടെ കോംപ്ലക്സ് അനാലിസിസ് ഈ മൊഡ്യൂളിൽ വരും. അപ്പോൾ നമ്മൾ സെറ്റ് പഠിച്ച ആൾക്കൊക്കെ ആണെങ്കിൽ എന്തായാലും നമുക്ക് അതൊക്കെ കവർ ചെയ്തിട്ട് പോയിട്ടുണ്ടാകും. ഒപ്പം തന്നെ ഇപ്പൊ അതിൽ മെൻഷൻ ചെയ്യാത്ത എന്താണ്
ലൂയി വിൽസ് തിയറം ഒക്കെ ഇവിടെ എക്സ്ട്രാ കയറി വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ പക്കയായിട്ട് പഠിച്ചാലാണ് നമുക്ക് എന്താണ് നമ്മുടെ എക്സാമിന് ക്ലിയർ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് 8th മൊഡ്യൂളാണ്. 8th മൊഡ്യൂൾ എന്താ പറയുന്നത് ഫംഗ്ഷണൽ അനാലിസിസ് ആണ്. ഇപ്പൊ ടോപ്പോളജിന്റെ കണ്ടിന്യൂഷൻ രീതിയിലാണ് പൊതുവെ നമ്മൾ ഫംഗ്ഷണൽ അനാലിസിസ് പഠിക്കുന്നത്. പക്ഷെ ഇത് രണ്ടിനും ഇടയിൽ കോംപ്ലക്സ് അനാലിസിന്റെ മൊഡ്യൂൾ കയറി വന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ വന്നുപോയി. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താണ് നോർമൽ ഇന്നർ സ്പേസ് തൊട്ട് ബെനാക് സ്പേസ് അങ്ങനെ കുറെ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഹിൽബർട്ട് സ്പേസ് ഒക്കെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. ഇവയും എന്താണ് തിയറിയാണ്. അപ്പോൾ ടോപ്പോളജിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ സ്പേസുകളൊക്കെ കയറി വരുന്നത്. അപ്പോൾ ഇത് പക്കയായിട്ട് തിയറി പോർഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോർമൽ ഇന്നർ സ്പേസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബനാക് സ്പേസ് ആയാലും ഹാൻഡ് ബനാക് സ്പേസുകളായാലും ഓപ്പൺ മാപ്പിംഗ് തിയറം ഇവിടെയും കയറി വരുന്നുണ്ട്, ക്ലോസ്ഡ് ഗ്രാഫ് തിയറം വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൽ ഹിൽബർട്ട് സ്പേസ് പോലത്തെ ടോപ്പിക്സും കയറി വരുന്നുണ്ട്. പക്ഷെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പി ജിയിൽ എന്നൊക്കെ പറയുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അവിടെ നമുക്ക് എസ്എ പോലെ എഴുതി ഫലിപ്പിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ ഇവിടെ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. അതാണ് ഡിഫറൻസ്. ഇപ്പൊ പി ജിയിൽ കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ HSAക്ക് പലർക്കും പറ്റിയൊരു പ്രശ്നം ടൈം മാനേജ്മെന്റ് ആയിരുന്നു. അപ്പൊ അത് ഇപ്പൊ HSA എഴുതിയിട്ടുള്ളവരാണെങ്കിൽ HSAക്ക് പറ്റിയ മിസ്റ്റേക്സ് എന്താണോ അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അത് മാറ്റാനായിട്ട് പറ്റും. ഇനി HSA എഴുതാത്തവരാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങി പ്രോപ്പർ ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കുറച്ച് വാക്കൻസീസേ ഉള്ളൂ. സോ അത്രയും റാങ്കിൽ, അതായത് ആ ഒരു കുറച്ച് റാങ്കുകളിൽ നിങ്ങൾ എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റും. അടുത്തത് 9th മൊഡ്യൂൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ആൻഡ് പാർഷ്യൽ ഇക്വേഷൻസ് ആണ്. അപ്പൊ ഇത് നമ്മൾ HSAക്ക് കുറച്ച് പഠിച്ച കാര്യങ്ങളുണ്ട് ഇവിടെ, അതായത് കുറച്ച് ഡീപ്പായിട്ട് ഉണ്ട്. അതായത് എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ഫോർ ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമ്മൾ അവിടെ 3rd മൊഡ്യൂളിൽ ജസ്റ്റ് പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഹയർ ലെവലാണ് ഇവിടെ മൊഡ്യൂൾ 9ൽ വരുന്നത്. ഈസി ടൈപ്പ് സോഴ്സസ് ഒന്നും ഇല്ല, ഓർഡർ ഡിഗ്രി പോലത്തെ കാര്യങ്ങൾ മെൻഷൻ പോലും ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ ഓർഡർ കണ്ടുപിടിക്കുക, ഡിഗ്രി അതൊന്നും ഇവിടെ പ്രതീക്ഷിക്കണ്ട. പറഞ്ഞിട്ടേ ഇല്ല, മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി വരാൻ പാടില്ല എന്നല്ല, മെൻഷൻ ചെയ്യാത്ത കാരണം നമ്മൾ ഒരുപാട് അതിൽ ഫോക്കസ് ചെയ്യില്ല. അടുത്തത് പിന്നെ എന്താണ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പ്രോബ്ലംസ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്നതാണ്. പിന്നെ ഇവിടെ ഹയർ ഓർഡർ വരുന്നുണ്ട്. ഹയർ ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനൊക്കെ വരും. അതായത് ചിലപ്പോ റോഡ് സ്കെയിൽ മെട്രിക്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ. അപ്പൊ അതൊക്കെ പക്കയായിട്ട് പഠിച്ചു പോയാൽ ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് ലാഗ്രാഞ്ച് മെത്തേഡൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഒപ്പം തന്നെ എന്താണ് വേവ് ഇക്വേഷനും ലാപ്ലാസ് ഇക്വേഷനും ഹീറ്റ് ഇക്വേഷനും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതിൽ പഠിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ സെറ്റിൽ പഠിച്ച ടോപ്പിക്സ് ആണ്. സെറ്റിൽ ഇതൊക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട്. എക്സാമിന് അത് ചോദിക്കാറില്ലെങ്കിലും ഇത് സെറ്റിന്റെ സിലബസിൽ മെൻഷൻ ചെയ്ത് പോകുന്ന ടോപ്പിക്സ് ആണ്. അതിന്റെ ഒപ്പം തന്നെ എന്താണ് കുറച്ചുകൂടി ഹൈ ലെവൽ ടോപ്പിക്സ് ആയാലും കയറി വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ ഏറ്റവും ചെറിയ മൊഡ്യൂൾ, ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മൊഡ്യൂൾ എനിക്ക് തോന്നുന്നു 10th മൊഡ്യൂളാണ് തിയറി ഓഫ് നമ്പേഴ്സ്. അതെ, അതിൽ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്, അതുപോലെ തന്നെ ഡിവിസിബിലിറ്റി ഇൻ ഇസെഡ്, അതുപോലെ തന്നെ കോൺക്രുവൻസ്, ചൈനീസ് റിമൈൻഡർ തിയറം, പിന്നെ ഓയിലേഴ്സ് പൈ ഫംഗ്ഷൻ, അതൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് വളരെ വളരെ രസമുള്ള സാധനമാണ്. അതെ അതെ അതെ. അതിപ്പോ എനിക്ക് സെറ്റ് ആയാലും ഇത് ഒട്ടുമിക്ക എക്സാമിനായാലും 5 വെച്ചിട്ട് ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കാറുണ്ട്. അപ്പൊ ഒപ്പം തന്നെ എന്താണ് ഓയിലേഴ്സ് തിയറം ആയാലും നമ്മൾ അവിടെ പഠിച്ച കാര്യം, വിൽസൺ തിയറം മാത്രമേ അവിടെ പഠിക്കാത്തൊരു കാര്യമുള്ളത് എനിക്ക് തോന്നുന്നു. വിൽസൺ തിയറം സെറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറില്ല. അതിന് വിൽസൺ തിയറം ഇവിടെ പഠിക്കാറുണ്ട്. പിന്നെ പ്രിമിറ്റീവ് റൂട്ട്സ്. അപ്പൊ എത്രയും കാര്യങ്ങളെ പേര് എന്താ വരുന്നത് നമ്പർ തിയറി വരുന്നത്. അപ്പൊ നമ്പർ തിയറി വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്. പക്ഷെ ഇത് എന്തൊക്കെ ചോദിക്കുന്നത് കണ്ടറിയണം എന്നാണ് നമുക്ക് അറിയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളിപ്പോ ഏതിനാണ് ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് ആണ്. കണ്ടോ, നമുക്ക് 10 മൊഡ്യൂള് കറക്റ്റ് ആയിട്ട് അവർ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. 10 മൊഡ്യൂളും 7 മാർക്ക് വെച്ചിട്ട്. അപ്പൊ 70 മാർക്ക് നമ്മൾ ആ ഓരോ മൊഡ്യൂളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ HSAക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 8 മൊഡ്യൂളും 10 മാർക്കും ആയിരുന്നു. അതായത് ഓരോ മൊഡ്യൂളിനും 10 മാർക്കിനായിരുന്നു. അത് അങ്ങനെ തന്നെയാണ് നമുക്ക് എക്സാമിന് ചോദിച്ചതും, HSA എക്സാമിന്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ HSSTക്ക് ആണെങ്കിലും ഓരോ മൊഡ്യൂളിനും 7 മാർക്ക് ആയതുകൊണ്ട് ഒരു മൊഡ്യൂൾ പോലും സ്കിപ്പ് ചെയ്യാന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാ മൊഡ്യൂൾസും നന്നായിട്ട് തന്നെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അടുത്ത ജനറൽ പേപ്പറാണ്.
ജനറൽ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 30 മാർക്ക്, ബാക്കിയുള്ള 30 മാർക്കാണ് നമുക്ക് ഇവിടെ ജനറൽ പേപ്പറിന് വരുന്നത്. അതിൽ 10 മാർക്ക് ടീച്ചിങ് ആപ്റ്റ്യൂഡ് ആൻഡ് റിസർച്ച് ആപ്റ്റ്യൂഡ്, ബാക്കി 20 മാർക്കാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, റിനൈസൻസ്, അതുപോലെ തന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളൊരു രീതിയിൽ ബാക്കി വരുന്നത്. അപ്പോൾ ഇവിടെ 10 മാർക്കിനുള്ള കാര്യം ഈ ടീച്ചിങ് ആപ്റ്റ്യൂഡ് ആൻഡ് റിസർച്ച് ആപ്റ്റ്യൂഡ് വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ HSST കൊമേഴ്സ് കഴിഞ്ഞു, അതുപോലെ തന്നെ HSST ഫിസിക്സ് കഴിഞ്ഞു. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ടീച്ചിങ് ആപ്റ്റ്യൂഡ് റിസർച്ച് ആപ്റ്റ്യൂഡിന്റെ ക്വസ്റ്റൻസ് കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റൻസ് തന്നെയായിരുന്നു. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആയിരുന്നു. ടീച്ചിങ് ആപ്റ്റ്യൂഡ് കൊമേഴ്സിലെ ടീച്ചിങ് ആപ്റ്റ്യൂഡ് ഈസി ആയിരുന്നു. പക്ഷെ റിസർച്ച് ആപ്റ്റ്യൂഡ് കുറച്ചൊന്ന് കടുപ്പിക്കുന്ന രീതിയിലാണ് റിസർച്ച് ആപ്റ്റ്യൂഡിന്റെ ക്വസ്റ്റൻസ് വന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. പക്ഷെ റിസർച്ച് ആപ്റ്റ്യൂഡ് ഒക്കെ സിമ്പിൾ ആണ്, അല്ലാതെ നമുക്ക് ഒരുപാട് ഇരുന്ന് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. ഇപ്പൊ 10 മാർക്കില് 10 മാർക്കിലുള്ളത് ഇപ്പൊ 5 മാർക്ക് വെച്ച് ടീച്ചിങ് ആപ്റ്റ്യൂഡ് റിസർച്ച് ആപ്റ്റ്യൂഡ് പഠിച്ചാൽ തന്നെ നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. അതെ, ഏകദേശം സെറ്റ് ആക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 30 മാർക്കിൽ 10 മാർക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി 20 മാർക്കല്ലേ ഉള്ളൂ. അപ്പൊ അതില് 10 മാർക്ക് വരുന്നത്, പിന്നെ 10 മാർക്ക് വരുന്നത് ഈ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ജനറൽ സ്റ്റഡീസ്, അതായത് കറണ്ട് അഫയേഴ്സ് വരുന്നില്ല, ജനറൽ സ്റ്റഡീസ് ആയിട്ട് വരുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും റിനൈസൻസ് ആയാലും അങ്ങനത്തെ ടോപ്പിക്സ് ആണ് വരുന്നത്. അപ്പൊ റിനൈസൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കേരളം മാത്രം പഠിച്ചുകൊണ്ടിരുന്ന ചിലപ്പോ നടക്കില്ല. കുറച്ച് മറ്റ് ടോപ്പിക്സ് കവർ ചെയ്ത് പോവുക, അതായത് നാഷണൽ ആയാലും ഇന്റർനാഷണൽ ആയാലും കുറച്ചുകൂടി കവർ ചെയ്ത് പോവുക. ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു നാഷണൽ ഇന്റർനാഷണൽ എല്ലാം കവർ ചെയ്ത ടൈപ്പ് ഈക്വൽ ഇമ്പോർട്ടൻസ് എല്ലാത്തിനും കൊടുക്കുക. പിന്നെ ലീഡേഴ്സ് ഓഫ് റിനൈസൻസ് ഒക്കെ നമ്മൾ എല്ലാത്തിനും പഠിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ HSA എഴുതിയവർക്കാണെങ്കിൽ അവർക്കൊക്കെ അത് കാണാപ്പാടമായിരിക്കും നമുക്ക്. പക്ഷെ HSAയിൽ ഇപ്പോൾ HSA മാത്സിലൊക്കെ ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് ഡിഫിക്കൽട്ട് ആയിട്ടായിരുന്നു ഈ റിനൈസൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിവേ നിങ്ങളത് പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ആ പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെയും വേണ്ടു. ഇവിടെ നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ട കാര്യങ്ങൾ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ HSAക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ മതി. കുറച്ചൊന്ന് പൊടിതട്ടി എടുത്ത് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതേ ഉള്ളൂ. HSA കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ജനറൽ സ്റ്റഡീസ് ചെയ്തതും കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് PSCയുടെ ഫേവറേറ്റ് ടോപ്പിക്സ് ആണ് അതൊക്കെ. അതെ. പിന്നെ ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി കണ്ട എഫേർട്സ് ടു റീഫോം ദ സൊസൈറ്റി, അതിൽ തന്നെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ് വരുന്നുണ്ട്. പിന്നെ അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചറിലെ നോവൽ, ഡ്രാമ, പോയിട്രി, അങ്ങനെയുള്ള കാര്യങ്ങൾ, വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച്, അതൊക്കെ ഇങ്ങനെ ഓരോന്നും കറക്റ്റ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ HSAന്റെ സിലബസിൽ അങ്ങനെ ഒരുപാട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ HSSTക്ക് കറക്റ്റ് ആയിട്ട് അവര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 10 മാർക്ക് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സും ആണ്. കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം എന്താണ് ഈ ആപ്ലിക്കേഷൻ വിളിക്കുന്നത് തൊട്ട് അറ്റ്ലീസ്റ്റ് നോക്കണം. ഏകദേശം ഒരു എനിക്ക് മെയ് വരെയൊക്കെ നോക്കിയാൽ മതിയാവും. അടുത്ത മെയ് വരെയുള്ള കവർ ചെയ്തിട്ടാ ഏകദേശം ഇപ്പൊ ഒക്ടോബറിലാണ് എക്സാം വരുന്നെങ്കിൽ ഒരു ജൂൺ വരെയുള്ള എന്തായാലും ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നടക്കുന്ന ഏത് ഇന്ന ഫീൽഡ് ഒന്നുമില്ല, എല്ലാ ഫീൽഡിനെയും പക്കാ കറണ്ട് അഫയേഴ്സ് വിളിക്കാം. അപ്പൊ സ്പോർട്സ് ഒക്കെ കുറെ പേർക്ക് സ്പോർട്സ് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കുറെ പേർക്ക് ഇപ്പൊ സ്പേസ് റിലേറ്റഡ് ടോപ്പിക്സ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കുറെ പേർക്ക് ചിലപ്പോൾ അവാർഡ്സ് അങ്ങനത്തെ ടോപ്പിക്സ് അവർ കവർ ചെയ്യാറില്ല. അപ്പൊ എല്ലാ ടോപ്പിക്സും ഈക്വലായിട്ട് കവർ ചെയ്യണം. ഇപ്പോൾ സ്പോർട്സ് ഇഷ്ടമല്ലാത്തവർ സ്പോർട്സ് പഠിക്കേണ്ട അത് പറഞ്ഞ് സ്കിപ്പ് ചെയ്യണ്ട. ഇപ്പൊ ലാസ്റ്റ് HSA മാക്സിമം പരീക്ഷയ്ക്ക് ടെന്നീസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ലെന്നില്ല. അപ്പൊ ഇത്തരം ടോപ്പിക്സ് എന്താണ് കവർ ചെയ്ത് പോകണം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് ഈ HSSTയുടെ സിലബസ് എന്ന് പറയാനുള്ളത്. അതിപ്പോ സമുദായത്തിലായത് 80, 20 വരെ 70, 30 പാറ്റേൺ വരുന്നത്. 70 മാർക്ക് മാത്സ്, 30 മാർക്ക് ജനറൽ നോളജ്, ജനറൽ പേപ്പർ. അപ്പൊ ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത്. സിലബസ് പഠിക്കണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ടൈം വേണം. നമ്മള് 5 വർഷം വെച്ച് പഠിച്ച ടോപ്പിക്സ് ആണ് ഈ 8 മാസം കൊണ്ട് ഡിഗ്രി 3 PG 2 അങ്ങനെ 5 വർഷം നമ്മൾ പഠിച്ച സാധനമാണ് ഈ കുറച്ച് മാസം കൊണ്ട് നമ്മൾ പഠിക്കാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റും ചിലപ്പോൾ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നവരാണെങ്കിൽ അവർക്ക് അതും നന്നായിട്ട് ഒന്ന് പഠിച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാന്നാണ് പറയാനായിട്ടുള്ളത്. കാരണം ഇപ്പൊ നല്ലൊരു ടൈമാണ് നമുക്ക് പഠിക്കാനായിട്ട്. നമുക്ക് അത്യാവശ്യം ടൈം ഉണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് രസകരമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു ടൈം ഇപ്പൊ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് അധികം ടെൻഷനും അല്ലെങ്കിൽ അധികം നമുക്ക് ബേർഡൻ ആയി തോന്നാതെ തന്നെ എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കി അതുപോലെ തന്നെ കംപ്ലീറ്റ് റിവിഷനും കൂടെ ചെയ്ത് പക്ക നമുക്ക് ഒന്ന് പഠിച്ചൊരു സെറ്റായിട്ട് എക്സാമിന് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അല്ല നിങ്ങളിപ്പോൾ എക്സാമിന് മുൻപ് ഒരു 2-3 മാസത്തിലാണ് ഇതെല്ലാം പഠിക്കുന്നതെങ്കിൽ സിലബസ് പോലും നിങ്ങൾക്ക് നോക്കാനുള്ളൊരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു മൊഡ്യൂൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് അവിടെ 7 മാർക്കാണ് നമുക്ക്
പോകുന്നതും. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇപ്പൊ തന്നെ പഠിക്കാനായിട്ട് തുടങ്ങാം. സോ അതിനായിട്ട് നമ്മളൊരു ലോങ് ബാച്ച് നമ്മുടെ CC നിന്ന് ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് HSSTക്ക് ആയിട്ട്. സോ അതിന്റെ എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പിന്നെ കുറെ എണ്ണം പ്രോഗ്രസിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്തായാലും CC ഇവിടെ എല്ലാം സെറ്റ് ആണ്. അതെ, ഇനിയിപ്പോ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പൊ എന്തായാലും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് വേണ്ടി നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കുന്ന മെസ്സേജ് എടുത്ത് നോക്കിയാൽ മതി. അവിടെ എന്ത് പറയുന്നുണ്ട്, ഒരു ലിങ്ക് തരുന്നുണ്ട്. ആ ലിങ്ക് വഴി നമുക്ക് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് എന്താണ് ഇവിടുത്തെ HSSTയുടെ ലോങ് ബാച്ചിലേക്കുള്ള അഡ്മിഷനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അപ്പോൾ ഇത്രയാണ് ബേസിക് പറയാനുള്ളത് നമുക്ക് HSSTയുടെ ബാച്ചിനെ പറ്റിയുള്ളത്. അപ്പൊ ഇനി എത്ര വേണ്ടത് പഠിച്ചു നോക്കാം. പറ്റാണെങ്കിൽ ഇതുവരെ പഠിച്ചു തുടങ്ങിക്കോ. ഇനിയിപ്പോ പിറ്റേ ദിവസം നമുക്കിപ്പോ ഒരു ധാരണയുണ്ട്, നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് പിന്നെ എക്സാം ഡേറ്റ് വരുന്ന ആ ഒരു ടൈം നമുക്ക് അറിയ പോലും ഇല്ല. അതായത് പെട്ടെന്ന് അത് പോയി കിട്ടും. കാരണം HSAക്ക് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇപ്പൊ HSA എടുത്തതിന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ടൈം പോവും, പെട്ടെന്ന് ഓരോ മാസങ്ങളും പോവും. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ നാളേക്ക് വെക്കാതെ ഇന്ന് തന്നെ എന്തായാലും പഠിച്ചു തുടങ്ങുക. സോ അതിനായിട്ട് ഇവിടെ CC റെഡിയാണ്. സോ നിങ്ങളും കൂടെ റെഡി ആയാൽ മാത്രം മതി. സോ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇനിയും വീഡിയോസ് ആയിട്ട് ഞങ്ങൾ എന്തായാലും ഉണ്ടാവും. സോ നിങ്ങൾക്ക് HSSTനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ സ്പെസിഫിക് വീഡിയോസ് ഇപ്പൊ ഈ ഒരു മൊഡ്യൂളിൽ തന്നെ എന്തെങ്കിലും സ്പെസിഫിക് വീഡിയോസ് ഇപ്പൊ നിങ്ങൾക്ക് വേണം, അപ്പൊ യൂട്യൂബിൽ വേണം എന്നുള്ളതൊക്കെ ആണെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഏത് മൊഡ്യൂളാണ് ഇപ്പൊ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുവാണ്, അപ്പൊ ആദ്യത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും കൂടെ കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇപ്പൊ ഞങ്ങൾ മാത്രമല്ല, HSSTക്ക് ഒരുപാട് നമുക്ക് ഇവിടെ ഫാക്കൽറ്റീസ് ഉണ്ട്. ഓൾറെഡി ലിസ്റ്റിൽ വന്നിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. ഇപ്പൊ മൗസം മിസ് ആണെങ്കിലും അല്ലെങ്കിൽ ദീപു സാർ ആണെങ്കിലും അങ്ങനെ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഫാക്കൽറ്റീസ് വരെ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്തായാലും എല്ലാം സെറ്റ് ആണ്. സോ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.